ഹരി ഓം. ഭാഗവതം 4-ാം സ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായം, ശ്ലോകം 57. ക്ഷണാർത്ഥേനാവിതുലയേ ന സ്വർഗം ന പുനർഭവം ഭഗവത്സംഗിസംഗസ്യ മർത്യാനാം കിമുദാശിഷഃ. ക്ഷണാർത്ഥേനാപി തുലയേ ന സ്വർഗം ന പുനർഭവം ഭഗവത്സംഗിസംഗസ്യ മർത്യാനാം കിമുദാശിഷഃ. പരമഭക്തന്മാരുടെ കൂടിച്ചേരലുകൾ വളരെ പെട്ടെന്ന് തന്നെ സമയത്തെ പോലും സ്വർഗതുല്യമായി, അങ്ങനെയുള്ളവരുടെ അത് സമയത്തെ പോലും സ്വർഗതുല്യമായി കരുതുന്നില്ല. പരമഭക്തന്മാരുടെ കൂടിച്ചേരൽ പെട്ടെന്ന് അരഞ്ഞൊടിക്കുള്ളിലുള്ള സമയത്തെ പോലും അത്ര നേരമാണെങ്കിലും സ്വർഗതുല്യമായി കരുതുന്നില്ല. മുക്തിയെപ്പോലും ക്ഷണനേരത്തെ സജ്ജന സഹവാസത്തോട് തുല്യമായി കരുതുന്നില്ല. മുക്തി പോലും സജ്ജനങ്ങളുടെ സഹവാസം അത്രയ്ക്ക് കുറച്ച് നേരത്തേക്കാണെങ്കിലും ഒരു ഞൊടി ഇടയ്ക്കുള്ളിൽ ഉള്ളതാണെങ്കിലും നിസ്സാരമായി ഞാൻ കരുതുന്നില്ല. അതുപോലെ സജ്ജന സഹവാസം എന്തിനേക്കാൾ മുക്തിയെപ്പോലും മുക്തി പോലും സജ്ജന സഹവാസത്തിന് ഞൊടിയിടയ്ക്കുള്ള ഒരു സജ്ജന സഹവാസത്തിന് തുല്യമായിട്ട് അല്ല, മുക്തി പോലും അല്ലെന്ന്. അത് മഹാദേവൻ മഹാവിഷ്ണുവിനെക്കുറിച്ചുള്ള സ്തുതിയാണ് കേട്ടോ, മഹാദേവൻ പറയുന്നതാണ്. അപ്പോൾ പിന്നെ മനുഷ്യരുടെ ക്ഷുദ്രങ്ങളായ ആശസ്സുകളെപ്പറ്റി എന്തെങ്കിലും, അവർക്കുണ്ടാകുന്ന യശസ്സിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. സ്തുതി ആയതുകൊണ്ട് തന്നെ നമ്മളിത് വായിച്ച് അങ്ങ് അർത്ഥം, അതിൻ്റെ ലഘു അർത്ഥം പറഞ്ഞു പോവുകയാണ്. 58. അഥാനഖാം ക്രേസ്തവ കീർത്തിതീർത്ഥയോഃ അന്തർബഹിസ്നാന വിധൂതപാപ്മനാം ഭൂതേഷ്വനുക്രോശ സുസത്വശീലിനാം സ്യാദ് സംഗമോനുഗ്രഹയേഷ നസ്തവ. അഥാനഖാം ക്രേസ്തവ കീർത്തിതീർത്ഥയോഃ അന്തർബഹിസ്നാനവിധൂതപാപ്മനാം ഭൂതേഷ്വനുക്രോശ സുസത്വശീലിനാം സ്യാത് സംഗമോനുഗ്രഹയേഷ നസ്തവ. അതുകൊണ്ട് ഈ സർവ പാപങ്ങളെയും ഇല്ലാതാക്കുന്നതായ ഭഗവാന്റെ പാദപത്മങ്ങളോടുകൂടി അങ്ങയുടെ ഈ ദിവ്യകീർത്തി, പാദതീർത്ഥമാണ്, ഗംഗയാകുന്ന പാദതീർത്ഥം എന്നിവയിൽ അകത്തും പുറത്തുമുള്ള സ്നാനങ്ങളാൽ, ഗംഗയിലുള്ള കുളി പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഭഗവാന്റെ പാദത്തിൽ നിന്ന് വരുന്നതാണത്. ആ സ്നാനം സർവ പാപങ്ങളെയും ഇല്ലാതാക്കി തീർക്കും. ആ പ്രാണികളിൽ വളരെ ജീവികളിൽ, നമ്മുടെ ജീവനുള്ള വസ്തുക്കളിൽ വളരെ കരുണയുള്ളവനും അതുപോലെ ഒന്നിലും ഒട്ടാത്തവനും, ഒരു രാഗാദികളിലൊന്നും ഒട്ടും ചേർച്ചയില്ലാത്തവൻ, രാഗാദികളൊന്നും ഇല്ലാത്തവൻ, ഒരു രാഗങ്ങളുമില്ല ഇല്ലാത്തവനും എന്ന് വെച്ചാൽ ഒന്നിനോടും അടുപ്പമില്ലാതെ, അതുപോലെ ആർജവത്തോടു കൂടിയവനുമായ ഭക്തന്മാരുടെ സംഗമം ഞങ്ങൾക്കുണ്ടാവട്ടെ എന്നാണ് പറയുന്നത് ഭഗവാൻ മഹാദേവൻ പറയുന്നത്. എപ്പോഴും ഭക്തന്മാരുമായിട്ട് ഇടപെട്ടിരിക്കട്ടെ. ആ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഭക്തന്മാർ ആരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. നമ്മുടെ ഒന്നും പ്രത്യേകിച്ച് ആഗ്രഹിക്കാതെ കർമ്മങ്ങൾ സ്വധർമ്മം അനുഷ്ഠിക്കുക, ഭഗവത്യർപ്പിതാശയ, ഭഗവാനിൽ സമർപ്പിച്ച് എന്ത് കാര്യം ചെയ്യുന്നതും ഭഗവാൻ സന്തോഷിക്കട്ടെ, ഇതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ സന്തോഷിക്കട്ടെ എന്ന് വിചാരിക്കുക. നമ്മളൊന്നും ചെയ്യണ്ട. എന്ത് ചെയ്യുന്നതും ഏത് കർമ്മം ചെയ്യുന്നതും സ്വധർമ്മമായിരിക്കണം. അത് വേണമല്ലേ. വേറൊരാളിൻ്റെ കാര്യം, വേറൊരാൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്താൽ ശരിയാകുകയില്ല. സത്യമല്ലേ? ഒരു ഡോക്ടർ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം നമ്മൾ ചെയ്താൽ ശരിയാകുമോ? അതുപോലെ ഒരു ഒരുപാട് കഴിവ് വേണ്ടതായ ഒരു ജോലിയാണ് മരം വെട്ടുക എന്ന് പറയുന്നത്, അല്ലേ? വളരെ ക്ലേശകരമായതുമാണ്, വളരെ അതിനൊരു കഴിവും വേണം. ഒരാപത്തും കൂടാതെ ഒരു മരം വെട്ടി താഴെയിടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് നമ്മൾ ബാക്കി ആൾ എങ്ങനെയുള്ളതാണോ അതൊന്നും അല്ല, ആ ഒരു പ്രവൃത്തി, അല്ലേ? ആ മരം വെട്ടാൻ പഠിച്ചിരിക്കുന്നത്, എങ്ങനെയെങ്കിലും ആ കല, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, ആ കല അറിഞ്ഞിരിക്കുന്ന ആൾ അത് ചെയ്യുമ്പോൾ ആ ചെയ്യുന്നയാൾ
അത് വൃത്തിയായിട്ട് ആ ആളിൻ്റെ സ്വധർമ്മമാണത്. മരം വെട്ടുകാരൻ്റെ സ്വധർമ്മമാണ് മരം വെട്ടുക എന്നുള്ളത്. ആ ആൾ വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ആളിനെ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു കർമ്മത്തിന് വേണ്ടി വിളിക്കും, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? നമ്മളുമൊക്കെ അങ്ങനെയല്ലേ? ഒരാൾ നമുക്കൊരു ഒരു ഒരു വർക്ക് എന്തായിക്കോട്ടെ, ആ ജോലിയിൽ അയാൾ വളരെ പ്രാവീണ്യം നേടിയ ആളാണെന്ന് മനസ്സിലാക്കിയാൽ ആ ആളിനെ നമ്മൾ വിളിക്കുകയില്ലേ? അതോ നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുമോ? ഇല്ല. ആ ആയുധങ്ങളുണ്ട്, അതിന് വേണ്ടതായിട്ടുള്ള പിന്നെ അതിന് ഒരു ലക്ഷ്യബോധം വേണം. അതെങ്ങനെ ഒരു മരം വെട്ടിയാൽ എങ്ങനെയൊക്കെ അത് അപകടം ഇല്ലാതെ താഴെ എത്തിക്കാം, അതിൻ്റെ ചോട്ട് മുറി വെച്ച് പിന്നീട് മുറിച്ചെടുക്കുകയും വേണം. അപ്പോൾ ചില്ലകൾ ആദ്യം മുറിച്ച് അങ്ങനെയല്ലേ അവർ ചെയ്യുന്നത്. ആ ഒരു ജോലി നമുക്ക് ചെയ്താൽ ശരിയാകുമോ? അപ്പോൾ അതെന്താ ചെയ്യുന്നത്? അത് അവർക്ക് വിട്ടുകൊടുക്കുക, അങ്ങനെയല്ലേ ചെയ്യുന്നത്. ചിലപ്പോൾ അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാകുന്നതുകൊണ്ട് അവർക്കതിന് നമ്മൾ വേതനവും കൊടുക്കും. അതൊരു കുറവോ തെറ്റോ ഒന്നും അല്ലല്ലോ, തെറ്റോ അല്ല, അത് ഒരു വലിയ കാര്യമല്ലേ. അങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് ഏത് ജോലി ചെയ്യുന്നവരോടും അവരോടൊരു ഒരു റെസ്പെക്റ്റ്, ആ കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് നമ്മൾ പറയുന്നത് ഭഗവതി അർപ്പിതാശയാണ്. അവർ അങ്ങനെ ചെയ്താൽ അവർക്ക് പക്ഷെ നമ്മൾ ഒരു പാരിതോഷികം എന്തെങ്കിലും കൊടുക്കും. അവർ ആ ജോലിക്ക് അർഹമായിട്ടുള്ള തുക നമ്മൾ അവർക്ക് ആയിട്ട് സമർപ്പിക്കും. അതങ്ങനെ കൊടുക്കുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ആ മനോഭാവവും അവിടെയാണ് നമ്മുടെ സ്വധർമ്മം. എന്താ? നമുക്ക് വേണ്ടി ആ കർമ്മം ചെയ്ത ആളിന് എന്തെങ്കിലും ഒന്ന് ആ ആളിന് അർഹിക്കുന്നതായിട്ടുള്ള വേതനം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സ്വധർമ്മമാണ്. നമ്മളത് കൊടുക്കുമ്പോൾ സന്തോഷത്തോടു കൂടി, മനസ്സിലായോ? സന്തോഷത്തോടു കൂടി. അല്ലാതെ അയാളൊരു മരമട്ടുകാരന് അങ്ങനെ പറയുന്നത് ശരിയല്ല, മനസ്സിൽ ഓർക്കുന്നത് പോലും ശരിയല്ല. സന്തോഷമായിട്ട് ആ ജോലി ചെയ്ത ആളിന് അത് കൊടുക്കുക. നമുക്കത് കഴിവില്ലല്ലോ, അപ്പോൾ അതിനേക്കാളും കഴിവുള്ള ആളാണല്ലോ അദ്ദേഹം. നമ്മളെക്കാട്ടിലും ആ കാര്യത്തിൽ, മനസ്സിലായോ? ആ കാര്യത്തിൽ നമ്മളെക്കാളും കഴിവുള്ള ആളാണ്. അപ്പോൾ അത് അംഗീകരിക്കുക. ഏത് കാര്യവും ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. എന്തെങ്കിലും അങ്ങനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അഹങ്കാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാവം വരുമ്പോൾ ഈ മരം വെട്ടുകാരൻ്റെ കാര്യം ഓർത്താൽ മതി. നമുക്ക് ചെയ്യാൻ വയ്യാഞ്ഞിട്ടാണ് മറ്റൊരാളിനെ നമ്മളതിനെ ഏൽപ്പിക്കുന്നത്. നമുക്ക് വേറെ ധർമ്മങ്ങളുണ്ട് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാനുള്ള. ആ ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ള ആ പറഞ്ഞ ധർമ്മം ചെയ്യാൻ നമുക്ക് സമയവും കിട്ടുകയില്ല, നമുക്കത് അറിയുകയില്ല. അപ്പോൾ അതറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അറിയാവുന്നവർ നമ്മുടെ മുമ്പിൽ വലിയവനാണ്. ഏത് ജോലിയാണെങ്കിലും നമ്മൾക്കറിയാൻ വയ്യാത്തൊരു ജോലി മറ്റൊരാൾ ചെയ്ത് നമുക്കതിൻ്റെ ഫലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ആൾ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും വന്ദനീയനാണ്, അല്ലേ? നമുക്കിപ്പോൾ അമ്പലത്തിനകത്ത് കയറി പൂജ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് പൂജ അറിഞ്ഞുകൂടാ. പൂജ പഠിച്ചവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പൂജ അറിഞ്ഞുകൂടാ എന്നുള്ളത് നമ്മളങ്ങ് വിശ്വസിക്കുക. നമ്മളതൊരു ഉപജീവനമാർഗ്ഗമാക്കണമെന്ന് തോന്നിയാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കത് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ആ ആളിനെ മാനിക്കുക. രണ്ടും ഒരുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. അതായത് മരം വെട്ടുകാരനും ആ പൂജ ചെയ്യുന്ന തിരുമേനിയും നമ്മളെ സംബന്ധിച്ച് ഒരുപോലെ ആയിരിക്കണം. വേറൊന്നുമല്ല, ആ ബഹുമാനം കൊടുക്കുന്നതിൻ്റെയൊക്കെ രീതികളോ അതിൻ്റെ എല്ലാം വ്യത്യാസമായിരിക്കും. തിരുമേനിക്ക് നമ്മൾ ദക്ഷിണ കൊടുത്തിട്ട് നമ്മൾ നമസ്കരിക്കും. ആ മരം വെട്ടുകാരനത് കൊടുത്തിട്ട് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളത് ശാരീരികമായിട്ട് ചെയ്യണ്ട. അത് ലോകത്തിൽ ദൃഷ്ടിക്കത് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അതൊരു വേണ്ടാത്ത കാര്യമാണെന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ല നമ്മുടേതായ ബോധം അത് സമ്മതമല്ലെങ്കിലോ ചെയ്യണ്ട. പക്ഷേ മനസ്സുകൊണ്ട് നമസ്കരിച്ച് പോയതുകൊണ്ടും തെറ്റില്ല. എന്താ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ഉള്ളിലുള്ളതും നിൻ്റെ ഉള്ളിലുള്ളതുമായ ഈശ്വരൻ ഒന്നാണ്, ഒരേ ഇതാണ് എല്ലായിടത്തും ഇരിക്കുന്നതെന്ന്. അപ്പോൾ മരം വെട്ടുകാരന് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, സന്തോഷമായിട്ട് കൊടുക്കുക. പാരിതോഷികമോ അല്ലെങ്കിൽ എന്തെങ്കിലും വേതനം ഒരാൾക്ക് നമ്മുടെ ജോലി ചെയ്യുന്ന ഒരാളിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് സന്തോഷത്തോടെ അയാൾക്കതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്നായി വരട്ടെ എന്ന് ഓർത്ത് നമ്മൾ കൊടുക്കുക. അയാളെ നമസ്കരിച്ച് പോയതുകൊണ്ട് ഒരു തെറ്റുമില്ല. അങ്ങനെയും ഉണ്ടൊരു കാര്യം. അത് നമസ്കരിക്കണമെന്ന് ഗീത ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞ് നടക്കരുത്, വേറൊന്നുമല്ല, പറയരുത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ഇത് എല്ലാത്തിലും ഒരുപോലെ കാണുന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ രാഗം ഇല്ലാത്തവരെന്ന് പറഞ്ഞല്ലേ, നമ്മൾ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ
നയസ്യ ചിത്തം ബഹിരർദ്ധവിഭ്രമം തമോ ഗുഹായാം. അതല്ല അതിൻ്റെ മൂലത്തെ അധാനഘാംഘ്രേസ്തവ കീർത്തിതീർത്ഥയോരന്തർബഹിസ്നാനവിധൂതപാപ്മനാം ഭൂതേഷു അനുക്രോശ സത്വശീലിനാം സ്യാത് സംഗമോനുഗ്രഹയേഷ നസ്തവ. അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രാണികളെയും എല്ലാ ജീവികളിലും കരുണയുള്ളവനും രാഗാതിരഹിതനും ആർജവത്തോടു കൂടിയവനുമായ ഭക്തവരുടെ സമാഗമം ഞങ്ങൾക്കുണ്ടാകട്ടെ, നമുക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുക. പിന്നെ എത്രേദം വ്യജ്യതേ അല്ല നയസ്യ ചിത്തം ബഹിരർത്ഥവിഭ്രമം തമോ ഗുഹായാം ച വിശുദ്ധമാവിശത് യദ്ഭക്തിയോഗാനുഗൃഹീതമഞ്ജസാ മുനിർവിചഷ്ടേ നനു തത്ര തേ ഗതിം. ഇതൊന്നും തിരുത്താനൊന്നുമില്ല കേട്ടോ. വിശുദ്ധവും ഭക്തിയുള്ളതുമായിട്ടുള്ള ആ മനസ്സ് വെളിയിലുള്ള വിഷയങ്ങളിൽ ഒന്നും ഭ്രമിക്കാതെ, അതുപോലെ തന്നെ അജ്ഞാനമാകുന്ന ഇതിനകത്ത് ആ ഗുഹയിൽ ഇരിക്കാതെ, ഗുഹയിൽ അങ്ങനെ തണുത്തുറഞ്ഞിരിക്കാതെ വിശുദ്ധമാകുമ്പോൾ ആ വ്യക്തി അങ്ങയുടെ തത്വം ഒരു തടസ്സവുമില്ലാതെ മനസ്സിലാക്കുന്നു. അങ്ങയുടെ തത്വം എന്താണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാ? ഭക്തി ഭരിതവുമായ ചിത്തം, ബാഹ്യ വിഷയങ്ങളിലൊന്നും നടക്കാതെ, ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളിലും വിഷയങ്ങളിലൊന്നും നമ്മൾ അങ്ങ് ഭ്രമിക്കാതെ, അതുപോലെ തന്നെ അറിവില്ലായ്മ, അജ്ഞാന ഗുഹയിൽ അടിയാതെ, അറിവില്ലായ്മയുടെ അറിവില്ലായ്മയാകുന്ന ഗുഹയിൽ അടച്ചു പൂട്ടിയിരിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധമാകുമ്പോൾ തനിയെ തന്നെ അങ്ങയുടെ തത്വം ഒരു തടസ്സവും കൂടാതെ ആ ആളിന് ലഭിക്കുന്നു. എത്രേദം യജ്യതേ വിശ്വം വിശ്വസ്മിന്നവഭാതിയത് തത്വം ബ്രഹ്മപരം ജ്യോതിഃ ആകാശമിവ വിസ്തൃതം. എത്രേദം വിജ്യതേ വിശ്വം വിശ്വസ്മിൻ അവഭാതിയത് തത്വം ബ്രഹ്മപരം ജ്യോതിഃ ആകാശമിവ വിസ്തൃതം. ആ ജ്യോതിഹി കഴിഞ്ഞിട്ടൊരു വിസർഗം പറയുക. അപ്പോൾ അവിടെ ജ്യോതിഹി എന്ന് പറയണം, അല്ലെ ജ്യോതിർ. ആകാശമിവ വിസ്തൃതം. ഏതൊന്നിലാണോ ഈ പ്രപഞ്ചമെല്ലാം പ്രകാശിക്കുന്നത് അത് എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആകാശത്തെ പോലെ തന്നെ വളരെ വിസ്താരമേറിയതും, അതുപോലെ സൂര്യൻ മുതലായതിൻ്റെ തെളിച്ചത്തെ, ആ തേജസ്സിനെ മനസ്സിലാക്കി തരുന്നതുമായ ആ ഒരു പരമ തേജസ് തന്നെയായിട്ടിരിക്കുന്ന ആ പരബ്രഹ്മം തന്നെയാണ് ആ തത്വം. ഈ തത്വം എന്താണ്? തത്വം ഒരു തടസ്സവുമില്ലാതെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ തത്വം എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് പ്രപഞ്ചമെല്ലാം പ്രകാശിക്കുന്നത് എവിടെയാണോ, അതുപോലെ തന്നെ ഈ സൂര്യ മുതലായ തേജസ്സുകളെ ഒക്കെ പ്രകാശിപ്പിക്കുന്നത് എന്താണോ അതിനൊരു ഉറവിടം വേണമല്ലോ. ആ പരമമായ തേജസ്സാണ് ആ തത്വം. അതാ നമ്മൾ പറഞ്ഞ ബ്രഹ്മം. പല പ്രാവശ്യം പറഞ്ഞതാണ്. ആത്മാ ബ്രഹ്മം നമ്മളെ സംബന്ധിച്ച് അതൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. വളരെ നാളായില്ലേ നമ്മളിത് പഠിക്കാൻ തുടങ്ങിയിട്ട്. ആ ബ്രഹ്മം എന്താണോ അതാണ് മഹാദേവൻ, മഹാവിഷ്ണു എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്. യോ മായേദം പുരുരൂപയാസ്രജിത് ബിഭർത്തി ഭൂയ ക്ഷപയത്യവിക്രിയഃ യദ്ഭേദബുദ്ധി സതിവാത്മദുസ്തയാ തമാത്മതന്ത്രം ഭഗവൻ പ്രതീമഹി. യദ്ഭേദബുദ്ധി സതിവാത്മദുസ്തയാ തം ആത്മതന്ത്രം എന്നാണ് വാക്ക്. ഭഗവൻ പ്രതീമഹി. ഭഗവാൻ യാതൊരാളാണ് നിർവികാരനായിട്ട് ഒരു ഭേദബുദ്ധിയുമില്ലാതെ പല പല രൂപത്തോടു ഉള്ളവനുമായ ആണ് മായ. ആ മായ കൊണ്ട് ഈ വിശ്വത്തെ മുഴുവൻ അതാണ് നമ്മൾ പറഞ്ഞ മായ കൊണ്ട് വിശ്വത്തെ സൃഷ്ടിക്കുന്നു. ആ വാക്ക് നമുക്ക് നല്ല പരിചിതമാണ്, എപ്പോഴും പറയുന്ന. മായ കൊണ്ട് വിശ്വത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പിന്നെ സംഹരിക്കുകയും ചെയ്യുന്നു. ആ ഭഗവാനെ ഞങ്ങൾ നിത്യ സ്വതന്ത്രനായതിനാൽ ഒരു ഭേദരഹിതനായി അറിയുന്നു. ഒരു ഭേദവുമില്ല, അദ്ദേഹത്തിനൊരു ഭേദവും ആരോടുമില്ല. എന്തിനാ? അതിനെ ഇന്നുണ്ടാക്കുന്നുണ്ട്,
രക്ഷിക്കുന്നുണ്ട്, നശിപ്പിക്കുന്നുമുണ്ട്. അത് രണ്ടും മൂന്നും ഒരാൾ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ മഹാദേവൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ ആളിന് എന്താ, ഒന്നിലും പ്രത്യേകമായിട്ട് ഒരു ഒന്നിലും ഭേദമില്ല, ഒന്നിനോടും പ്രത്യേകത കൂടുതലുമില്ല, പ്രത്യേകത കുറവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം മനസ്സിലായല്ലോ മുമ്പേ പറഞ്ഞ കഥയുടെ ഭാഗം. മരം വെട്ടുകാരനും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരുപോലെ ആ ആളിൻ്റെ പ്രവൃത്തി കൊണ്ട് അയാളത് ചെയ്യുന്നു. ആ ആളിൻ്റെ പിന്നെ സ്വധർമ്മം എന്താണോ അത് ചെയ്യുന്നു, ഭംഗിയായിട്ട് അയാളത് ചെയ്യുന്നു. അതിൻ്റെ വേതനവും വാങ്ങിക്കുന്നു, അതിൻ്റെ പ്രതിഫലവും വാങ്ങിക്കുന്നു അത് ചെയ്തതിൻ്റെ. അതുപോലെ തന്നെ പൂജ ചെയ്യുന്ന ആളിന് പൂജ നമുക്ക് ചെയ്യാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് വേറൊരാളിനെ കൊണ്ട് പൂജിപ്പിക്കുന്നു. നമ്മൾ അമ്പലത്തിലെ കാര്യം തന്നെയാണ്. അത് ക്ഷേത്ര ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച ആളിന് ക്ഷേത്രത്തിലകത്ത് പൂജാവിഗ്രഹത്തിൽ പൂജ ചെയ്യാൻ സാധ്യമാകൂ. നമ്മുടെ രീതി അനുസരിച്ച് അങ്ങനെയാണ്. നമ്മുടെ തെക്കേ ഇന്ത്യൻ സംസ്കാരം ആ രീതിയിലാണ്, പ്രതിഷ്ഠകളും ആ വിധത്തിലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. അത് ആ ആൾ ഭക്തിപൂർവ്വം നമുക്ക് തരുന്ന പ്രസാദം ആ ആളിന് ദക്ഷിണ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നു. അപ്പോൾ അതും ആ ആളിന് ഒരു വേതനം നമ്മൾ കൊടുക്കുക. എന്താ, നമുക്ക് വേണ്ടി ഈ ഭഗവാനോട് ഇത് ഇത്രയും അർച്ചന ചെയ്തതിന്, അല്ലേ, ആ വഴിപാട് നടത്തിയതിന്. അപ്പോൾ അദ്ദേഹം വാങ്ങിച്ചില്ലെങ്കിലോ എന്താ പ്രശ്നം? ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ ഗുണം ഭഗവാന് ആർക്ക് കൊടുക്കും? തിരുമേനിക്ക് കൊടുക്കും. അങ്ങനെയല്ലേ അതിൻ്റെ ഇത്. കാരണം അദ്ദേഹം പൈസ വാങ്ങിച്ചാൽ അതിൻ്റെ ഒരു നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തുന്നു, നമ്മളതൊന്ന് മനസ്സിലാക്കണം ചെറുതായിട്ട് കേട്ടോ. നമ്മളൊരു വഴിപാട് കഴിക്കാമെന്ന് പറയുമ്പോൾ അമ്പലത്തിൽ ചെന്നു, ചീട്ടെടുത്തു, വഴിപാടിന് പൈസ കൊടുത്തു, അത് തിരുമേനിയെ കൊണ്ട് ഏൽപ്പിച്ചു. അത് തിരുമേനി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രസാദമായിട്ട് എന്തെങ്കിലും തരും. അത് തരുമ്പോൾ നമ്മളത് ഭക്തിപൂർവ്വം നമ്മൾ ആ തിരുമേനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഭഗവാന്റെ പ്രസാദമാണ്, ഭക്തിപൂർവ്വം വാങ്ങിക്കുന്നു. തിരുമേനിക്ക് ആ ദക്ഷിണ കൊടുത്തു കഴിയുമ്പോൾ തിരുമേനി ആ ചെയ്തതിൻ്റെ ആ തിരുമേനിക്ക് അതിനോട് ഇത് വന്നു, അല്ലേ, അതുമായിട്ട് വിട്ടു. നമ്മുടേതായി ആ പൂജ. നമ്മുടേതാകുമ്പോൾ എപ്പോഴാണ് നമ്മൾ ആ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുമ്പോഴേ അതാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും ഓർത്തോണം. ഈ ദേവസ്വം ബോർഡുകാരൊക്കെ പറയും തിരുമേനിമാർക്ക് ദക്ഷിണയൊന്നും കൊടുക്കണ്ട, അത് അങ്ങനെയുള്ളതല്ല. തിരുമേനിക്ക് വാങ്ങിക്കുമ്പോൾ നമ്മളതിന് വേതനം, അതിന് എന്തെങ്കിലും ഒരു അങ്ങോട്ട് പ്രതിഫലം ചെയ്യണം. എങ്കിലേ നമുക്കതുകൊണ്ട് ഗുണമുള്ളൂ എന്ന് അത് ധരിക്കണം. അപ്പോൾ അതിനുള്ളൊരു തുക മാറ്റി വെച്ചിട്ട് വേണം ദേവസ്വത്തിൻ്റെ ഭാരവാഹികളും കൂടെ അത് മനസ്സിലാക്കണം. തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കണം, അതും കൂടെ ഉൾപ്പെടെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത് അതായില്ല. അവരവരുടെ പേരും നാളും പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നുണ്ടെങ്കിൽ തിരുമേനി അത് പറഞ്ഞ് അവിടെ ചെയ്തു കഴിഞ്ഞാൽ ആ ഫലം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വരൂപിച്ച് വച്ചിരിക്കുന്ന പണം ആളിന്, ആ ചെയ്ത ആളിന് കൊടുക്കണം. അല്ലെങ്കിൽ ആ ആളിനാണ്, ആ ചെയ്ത ആളാരാണോ ആ ആളിന് ഗുണം കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഗുണവും കിട്ടാതിരിക്കും എന്ന് വേണം ധരിക്കാൻ. അങ്ങനെ വിശ്വാസമുള്ളവർ, ഇതൊക്കെ ചെയ്യുന്നവർ വിശ്വാസമുള്ളവരാണല്ലോ. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഒരു ഇതന്നായിട്ട് ഞാൻ പറഞ്ഞത്, സാന്ദർഭികവശാൽ പറഞ്ഞതാണ്. അത് വേറെ ഒന്നും ധരിക്കേണ്ട കേട്ടോ. അതിന് വലിയ വിമർശനങ്ങളോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട ഭാഗം നമ്മൾ കൊടുക്കണം. അല്ലാത്തവർ വീട്ടിലിരുന്ന് മന്ത്രം ജപിച്ച് ഭഗവാൻ അർച്ചന ചെയ്തോളും, ഒരു കുഴപ്പമില്ല. അമ്പലത്തിൽ പോയി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ തിരുമേനിക്ക് ദക്ഷിണ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ കൊടുക്കണം. നമ്മുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ നമ്മളുടേതായിട്ടുള്ള പണം കൊണ്ട്, നമ്മളുടേതായിട്ടുള്ള അധ്വാനം കൊണ്ട് തന്നെ വേണമെന്നില്ല, നമ്മുടേതായിട്ട് ഉണ്ടായ പണം ആ തിരുമേനിക്ക് കൊടുക്കണം. അത് കാലാകാലങ്ങളിൽ മാറി വരുമ്പോൾ അതനുസരിച്ച് ഉള്ള തുകയും നമ്മൾ തന്നെ നമ്മുടെ ഒരു ഇതിൽ ചെയ്യേണ്ടത് ചെയ്യണം. അല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. അല്ലാതെ പക്ഷം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി. ആരെ കാണിക്കാനാണ് നമ്മൾ അവിടെ പോയി ചെയ്യുന്നത്? വേറൊന്നുമില്ല കേട്ടോ. അതൊരു വിമർശനമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. സന്ദർഭവശാൽ വന്നതുകൊണ്ട് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. പലരും വളരെ വീറോടെ വാദിക്കുന്നത് ഞാൻ മാറി നിന്ന് കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ദേവസ്വംകാർ വാങ്ങിക്കുന്നുണ്ട്. തിരുമേനിക്ക് കൊടുക്കാനുള്ള ദക്ഷിണയും കൂടെ ഉൾപ്പെടെയാണ് വാങ്ങിക്കുന്ന. ഇത്ര ഭാഗമേ അമ്പലത്തിലോട്ട് എടുക്കുന്നുള്ളൂ, ബാക്കി തിരുമേനിക്കായിട്ട് അവർ കൊടുക്കുന്നതാണെന്ന്. അതെന്തും ആയിക്കോട്ടെ, പക്ഷെ നമ്മളുടെ കൈ കൊണ്ട് നമ്മളത് കൊടുത്തേ വാങ്ങാവോ, ഏത് ക്ഷേത്രത്തിൽ പോയാലും. ഒരറിവായിട്ട് പറഞ്ഞു തന്നിരുന്നേ ഉള്ളൂ. എൻ്റെ അറിവ് കേട്ടോ. എൻ്റെ അറിവ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ ഞാൻ പറയുന്നത്. 62 ക്രിയാകലാപൈരിതമേവ യോഗിന ശ്രദ്ധാന്വിത സാധു യജന്തി സിദ്ധയേ ഭൂതേന്ദ്രിയാന്തഃകരണോപലക്ഷിതം വേദേ ച തന്ത്രേ ച ത ഏവ കോവിദാഹ. ഇവിടെ ഒന്നും തിരുത്താനൊന്നുമില്ല.
പിന്നെ 62 യോഗികൾ വളരെ ശ്രദ്ധയോടുകൂടി വൈദിക താന്ത്രിക കർമ്മങ്ങളാൽ പരമസിദ്ധിക്ക് ഈ അപ്രാകൃതങ്ങളായ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണം എന്നിവയോടുകൂടി ഈ ലീലാ വിഗ്രഹത്തെ തന്നെ യഥാവിധി സേവിക്കുന്നു. അവർ തന്നെയാണ് വേദങ്ങളുടെയും തന്ത്രങ്ങളുടെയും തത്വമറിഞ്ഞവർ. ആ ഭഗവാനെ ആരാധിക്കുന്നു. അവർ എന്താണ്? വേദങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഒക്കെ തത്വമറിഞ്ഞവരാണ്. ശ്രദ്ധായുക്തരായി വൈദിക താന്ത്രിക കർമ്മങ്ങൾ നമ്മുടെ വിഷയമല്ല, അതുകൊണ്ട് നമുക്കതങ്ങ് മനസ്സിലാക്കി പോയാൽ മതി. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ യോഗങ്ങളോ വൈദിക താന്ത്രിക കർമ്മങ്ങളോ ഒന്നും ചെയ്യുന്നവരല്ല. അവരുടെ ആ പരമസിദ്ധിക്ക് അപ്രാകൃതങ്ങളായ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അതായത് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പിന്നെ ഇന്ദ്രിയങ്ങൾ, അന്ധകരണം, ഇതാണ്. അതൊക്കെ ആ ലീലാ വിഗ്രഹത്തെ, നമ്മുടെ വിഗ്രഹത്തെ യഥാവിധി സേവിക്കുന്നു. അവർ തന്നെയാണ് വേദങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഒക്കെ തത്വമറിഞ്ഞവർ. അത് എന്തിലും ആ പഞ്ചഭൂതങ്ങളുണ്ട്. ഈ ജീവനുള്ളവയിൽ അന്ധകരണവും കൂടെ കൂട്ടിയാണ് പിന്നെ കർമ്മ പിന്നെ ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും 10, പിന്നെ പഞ്ചഭൂതങ്ങൾ 5, അത് 10ഉം 5ഉം 15, അന്ധകരണം 16. ഇത്രയും കാര്യങ്ങളാണ്. അന്ധകരണം തന്നെ പിന്നെ അതിന് വിഭജനം വരുന്നുണ്ട് കേട്ടോ. ഇതപ്പം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പഠിച്ചു പോവുക. അത് വേറൊന്നുമില്ല ഇതിനകത്ത്. അവർ തന്നെയാണ് വേദങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഒക്കെ തത്വമറിഞ്ഞവർ. ത്വമേക ആദ്യ പുരുഷ സുപ്തശക്തി തയാ രജസത്വതമോ വിഭിദ്യതേ മഹാനഹം ഖം മരുദഗ്നിവാർധരാഃ സുരർഷയോ ഭൂതഗണ ഇദം യതഃ. അതൊന്നുകൂടെ പറയാമേ, വായിക്കാം വാക്കുകളൊക്കെ. ത്വമേക ആദ്യ പുരുഷ സുപ്തശക്തി തയാ രജ സത്വ തമോ വിഭിദ്യതേ. രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം, സാത്വിക ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങൾ. വിഭിദ്യതേ മഹാനഹം ഖം മരുദഗ്നിവാർധര. അങ്ങനെ വായിക്കണം. മഹാനഹം ഖം, മഹത്തത്വം, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ. അതാ മഹാനഹം ഖം മരുദഗ്നിവാർധര. വഹ അഗ്നി, വഹ ധര ഭൂമി. സുരർഷയോ ഭൂതഗണ ഇദം യതഃ. ആദ്യനായ അങ്ങ് തന്നെ ഈ സുപ്തശക്തിയായി ഏകനായ പുരുഷനായി ഭവിച്ചു. അങ്ങ് ഏകനായ പുരുഷനായി ഭവിച്ചു. പിന്നെ എന്ത് ചെയ്തു? മായ കൊണ്ട്, ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ മായ കൊണ്ട് രജസും തമസും സത്വവും എന്ന് വിഭേദിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ അധ്യായത്തിലൊക്കെ. എല്ലാം ഒരേപോലെ നിൽക്കുമ്പം ഒന്നും സംഭവിക്കുന്നില്ല. ഏതെങ്കിലും ഒന്ന് സത്വഗുണം കൂടുകയോ രജോ ഗുണം കുറയുകയോ തമോ ഗുണം കൂടുകയോ രജോ ഗുണം കൂടുകയോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വല്പം വ്യത്യാസം വരുമ്പോഴാണ് മാറ്റങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ സ്വച്ഛമായ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഈ സൃഷ്ടികളൊക്കെ ഉണ്ടായി വരുന്നത്. എന്തിനെങ്കിലും ഒരു കൂടുതലും കുറവും വരുമ്പോഴാണ് വ്യത്യാസം വരുന്നത്. ഈ ത്രിഗുണങ്ങളും ഏകമായി സമമായി നിൽക്കുമ്പോൾ ഒരു മാറ്റവും ഒന്നിനും വരുന്നില്ല. ആ ഭൂമിയിൽ ഒന്നും ഒരു അനക്കവുമില്ലാതെ നിൽക്കും. ഏതെങ്കിലും ഒന്ന് ശകലം അന്ന് സത്വഗുണം നന്നായി എന്നുള്ളതോ തമോ ഗുണം ചീത്തയാണോ ഒന്നും അല്ല ഇവിടെ പറയുന്നത്. ഒന്ന് കൂടുതലായാൽ അല്ലെ ഒന്ന് കുറഞ്ഞാൽ ഇവിടെ എല്ലാം വ്യത്യാസമായി, എല്ലാം വേറെ വേറെ ആകാനുള്ള ശ്രമങ്ങളായി. മായ കൊണ്ട് രജ തമ സത്വം വിഭേദിക്കപ്പെട്ടു. പിന്നെ ത്രിഗുണത്തിൽ നിന്നാണ് മഹത്തത്വം, അഹങ്കാരം, പിന്നെ പഞ്ചഭൂതങ്ങൾ, ദേവസംഘങ്ങൾ, ഋഷിമാർ, പിന്നെ ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങൾ, ഇങ്ങനെയുള്ളവയെ കൊണ്ട് ജഗത്ത് രൂപം കൊണ്ടു. ജഗത്ത് നമ്മളീ കാണുന്ന ഈ ഭൂമി, ജഗത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി, നമ്മുടെ നമ്മൾ കാണുന്നതായ ഈ കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിലെ നമ്മൾ കാണുന്നതായതെല്ലാം രൂപപ്പെട്ടു. അതാണ് 63-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടം സ്വശക്തിയേതമനുപ്രവിഷ്ടഃ സൃഷ്ടം സ്വശക്തിയേതമനുപ്രവിഷ്ടഃ ചതുർവിധം പുരമാത്മാംശകേന അധോ വിദുസ്തം പുരുഷം സന്തമന്തർ
ഭുങ്ക്തേ ഹൃഷീകൈർമധുസാരഖം യഹ. ഇവിടെ ഒന്നും തിരുത്താനില്ലല്ലേ. സൃഷ്ടം സ്വശക്തിയേതം അനുപ്രവിഷ്ട, അവിടെ തിരുത്താനുണ്ട്, അനിഷ്ട എന്നാക്കിയിട്ട് ചതുർവിധം പുരമാത്മാംശകേന അധോ വിദുസ്തം പുരുഷം സന്തമന്തർ ഭുങ്ക്തേ ഹൃഷീകൈർ മധുസാരഖം യഹ. അങ്ങ് തന്നെയാണ് ഈ മായയാൽ സൃഷ്ടിക്കപ്പെട്ട 4 തരത്തിലുള്ള ശരീരങ്ങളിലും അന്തർയാമിയായി പ്രവേശിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള ഈ ശരീരങ്ങളിൽ അകത്തിരിക്കുന്നതായിട്ടുള്ള അകത്തിരിക്കുന്ന ഒന്നുണ്ടല്ലോ, അത് ആയിട്ട് പ്രവേശിച്ചിരിക്കുന്നത് അങ്ങ് തന്നെയാണ്. യാതൊരാളെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മക്ഷികളാൽ സമ്പാദിക്കപ്പെട്ട, അതായത് തേനീച്ചകളാൽ സമ്പാദിക്കപ്പെട്ട തേൻ എന്ന പോലെ നിസ്സാര വിഷയസുഖം അനുഭവിക്കുന്നു. അവരൊന്നും ഈ തേൻ ശേഖരിച്ച് വയ്ക്കുന്നതല്ലാതെ അവരിതൊരു പ്രത്യേകത, അവരൊരിക്കലും അത് കഴിച്ച് ഇതാകുന്നില്ല അല്ലേ. തേൻ ശേഖരിച്ച് വെക്കുക എന്നുള്ളതാണ് തേനീച്ചയുടെ ജോലി. അതുകൊണ്ട് ആ നിസ്സാര വിഷയങ്ങൾ സുഖം അനുഭവിക്കുന്നു. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ചിത് ആഭാസൻ എന്ന ജീവൻ എന്ന് അതിനെ പറയുന്നു. ചിത്ത് എന്നുള്ള ആ ഇതിനെ ചിത്ത്, നമ്മൾ പറയില്ലേ ചിത്ത് സത് ചിദാനന്ദം, സത്ത് ചിത്ത് ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ എന്ന് പറയും. ആ ചിത് എന്നുള്ള ആ ഭാവത്തെ ജീവൻ എന്ന് ഇവിടെ പറയുന്നു. അതിനെക്കുറിച്ച് മഹാദേവൻ പറയുന്ന മഹാവിഷ്ണുവിൻ്റെ കാര്യത്തെക്കുറിച്ച് 68ാമത്തെ ശ്ലോകം വരെ രുദ്രഗീതമാണ്. സയേഷ ലോകാനധി ചണ്ഡവേഗോ വികർഷസി ത്വം ഖലു കാലയാനഃ ഭൂതാനി ഭൂതൈരനുമേയ തത്വോ ഖനാവലിർവായുരിവാവിഷഹ്യ ഖനാവലിർവായുരിവാവിഷഹ്യ. അലക്ഷ്യരൂപനാണ്, സ്വരൂപനാണ്. അതുപോലെ അതിവേഗം എത്തുന്നവനാണ്, പോകുന്നവനാണ്. അങ്ങ് കൊടുങ്കാറ്റ് മേഘസമൂഹങ്ങളെ എന്ന പോലെ ഭൂതങ്ങളെ ചലിപ്പിച്ച് സർവവും സംഹരിക്കുന്നു. ഈ സംഹാരകാര്യമാണ് പറയുന്നത്. അങ്ങനെ അങ്ങ് അതെല്ലാം സംഹരിക്കുകയും ചെയ്യുന്നു. സയേഷ ലോകാനധി ചണ്ഡവേഗോ വികർഷസി ത്വം ഖലു കാലയാനഃ ഭൂതാനി ഭൂതൈരനുമേയ തത്വോ ഖനാവലി എന്ന് പറഞ്ഞാൽ മേഘങ്ങളെ വായുരിവാവിഷഹ്യ എങ്ങനെ പെട്ടെന്ന് മാറ്റുന്നോ ചലിപ്പിക്കുന്നോ, അതുപോലെ മേഘസമൂഹത്തെ കൊടുങ്കാറ്റ് എങ്ങനെ മാറ്റുന്നുവോ അതുപോലെ അങ്ങ് ഇതിനെയെല്ലാം സർവത്തിനെയും സംഹരിക്കുകയും ചെയ്യുന്നു. പ്രമത്തമുച്ചൈരിതി കൃത്യ ചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസാഭിപദ്യസേ ക്ഷുല്ലേലിഹാനോ ഹിരിവാഖുമന്തകഃ. ഒന്നുകൂടെ വായിക്കാമേ. പ്രമത്തമുച്ചൈരിതി കൃത്യ ചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസാഭിപദ്യസേ ക്ഷുല്ലേലിഹാനോ ഹിരിവാഖുമന്തകഃ. ഈ വിഷയങ്ങൾ ഒന്നിലും ശക്തമല്ല ആയും എന്നുവെച്ചാൽ അനാസക്തമായും ഇങ്ങോട്ടൊന്നും വേണമെന്ന് ഓർക്കാതെ ചെയ്യുന്നതിനാണ് അനാസക്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെയാകട്ടെ എന്ന ചിന്തയാൽ പ്രമത്തമായും അത്ര കിട്ടിയാലും പോരുന്ന ചിന്ത കലർന്നതുമുള്ള ഈ ജീവസമൂഹത്തെ കാലസ്വരൂപനായ അങ്ങ് വിശപ്പ് സഹിക്കാതെ നാവ് പുറത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സർപ്പം, വിശപ്പ് സഹിക്കാതെയാണത്രേ സർപ്പം നാക്ക് വെളിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അതായത് തടയട്ടെ എന്നോർത്താണ് ഈ സർപ്പം ഇങ്ങനെ നാക്കിങ്ങനെ പുറത്തേക്ക് ഇടുന്നത്. അതിങ്ങനെ രണ്ടായിട്ട് കയറിയതാണ്. അങ്ങനെയൊക്കെ വേറെ കഥയുണ്ട്. കളിച്ചുകൊണ്ടിരിക്കുന്ന സർപ്പം എലിയെ എന്ന പോലെ പെട്ടെന്ന് ചെന്ന് പിടികൂടുന്നു. ആ സർപ്പത്തിന് എലിയെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. എപ്പോഴും നാക്ക് വെളിയിലോട്ട് ഇട്ടിട്ടുണ്ട്. വിശപ്പ് സഹിക്കാൻ മേലാഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ എലിയെ പിടിക്കാൻ പറ്റുന്നു. കാരണം എപ്പോഴും അത് വെളി കിടക്കുക നാക്ക്. അപ്പോൾ എപ്പം വേണമെങ്കിലും എലി പോകുന്ന വഴിക്ക് ഇതിനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്നു. പ്രമത്തമുച്ചൈരിതി കൃത്യ ചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസാഭിപദ്യസേ ക്ഷുല്ലേലിഹാനോ അഹിരിവാഖുമന്തകഃ. ക്ഷുല്ലേലിഹാനോ, പിന്നെ ഒരു പ്രശ്ലേഷമുണ്ട്, അഹി എന്ന് പറഞ്ഞാൽ പാമ്പ്. അഹിരിവാഖുമന്തകഃ, ഈ പിന്നെ എലിയെ പിടിക്കാൻ
ക്ഷുല്ലേലിഹാനോ ഹാഹി ഇവാഖും അന്തകഃ കസ്ത്വത് പദാബ്ജം വിജഹാതി പണ്ഡിതോ യസ്തേവമാന വ്യയമാനകേതനഃ യസ്തേവമാന വ്യയമാനകേതന വ്യാതന്യ അത് കേട്ടോ യസ്തേവമാന വ്യയമാനകേതനഃ വിശങ്കയാസ്മത് ഗുരുരാർച്ചതി സ്മയഃ അല്ല യാന്നേ ഉള്ളൂ വിശങ്കയാസ്മത് ഗുരുരാർച്ചതി സ്മയത് വിനോപപത്തിം മനവശ്ചതുർദശ വിശങ്കയാസ്മത് ഗുരുരർച്ചതി സ്മയത് വിനോപപത്തിം യതെന്നാക്കിക്കൊള്ളുക അവിടെ. എന്നിട്ട് വിനോപപത്തിം മനവ ചതുർദശ കസ്ത്വത് പദാബ്ജം വിജഹാതി പണ്ഡിതോ യസ്തേവമാന വ്യയമാനകേതനഃ വിശങ്കയാസ്മത് ഗുരുരർച്ചതി സ്മ യത് വിനോപപത്തിം മനവശ്ചതുർദശ. അതൊക്കെ ഇപ്പം തിരുത്തി വെച്ചോണം, വായിക്കുമ്പോൾ തിരുത്താനൊന്നും നേരം കിട്ടില്ല. ഞങ്ങളുടെയൊക്കെ പരമഗുരുവായ ബ്രഹ്മാവ് പോലും, അതായത് മഹാദേവൻ പറയുന്ന ബ്രഹ്മാവ് പോലും നാശഭയത്താൽ യാതൊന്ന് ആരാധിച്ച് എന്തിനെയാണോ ആരാധിച്ചത് 14 മനുക്കളും യുക്തിവാദം ചെയ്യാതെ യാതൊന്ന് ആരാധിച്ചു, എന്തിനെ ആരാധിച്ചു, അങ്ങനെയുള്ള അങ്ങയുടെ പാദത്തെ ആദരിക്കാതെ വ്യർത്ഥമായി നശിച്ചു പോകുന്ന ഈ ശരീരത്തോടു കൂടിയ മനുഷ്യൻ കുറച്ചൊരു വിവേകമുള്ളവനാണെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുക? പ്രേതസ്സുകളോട് മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്ന, അതുകൊണ്ട് വളരെ നല്ലതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം. ആരെയാണ് നിങ്ങൾ ആരാധിക്കുന്ന? മഹാവിഷ്ണുവിനെയാണ്. ആ മഹാവിഷ്ണു എങ്ങനെയുള്ള ആളാണെന്ന് അത് ഏറ്റവും പറയാൻ യോഗ്യനായ മഹാദേവനെ കൊണ്ട് ഇവിടെ പറയിപ്പിച്ചിരിക്കുന്നു വ്യാസഭഗവാൻ എന്ന് നമ്മൾ ധരിക്കണം. അങ്ങനെയുള്ള അങ്ങയുടെ പാദത്തെ ആദരിക്കാത്ത വ്യർത്ഥമായി നശിച്ചു പോകുന്ന ശരീരത്തോട് കൂടിയവനാണ് മനുഷ്യൻ എന്നാണേലും നശിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അത് സ്വല്പമെങ്കിലും ബോധമുള്ളവനാണെങ്കിൽ പിന്നെ വേറെ എന്താണ് ചെയ്യുക? ഇത് തന്നെയാണ് ചെയ്യുക. ബോധമില്ലാത്തവനാണ് പിന്നെ വേറെ ഉള്ളതിലോട്ടൊക്കെ വഴുതി പോകുന്നത്. ആ ഭഗവാനിൽ അടിയുറച്ച വിശ്വാസം. അധ ത്വമസിനോ ബ്രഹ്മൻ പരമാത്മൻ വിപസ്ഥിതാം വിശ്വം രുദ്രഭയധ്വസ്തം അകുതശ്ചിത് ഭയാഗതിഃ. നമ്മൾ വായിക്കാം. അധ ത്വമസി നോ ബ്രഹ്മൻ, അധ ത്വം അസി നോ ബ്രഹ്മൻ പരമാത്മൻ വിപസ്ഥിതാം വിശ്വം രുദ്രഭയധ്വസ്തം, പിന്നെ മാ വെട്ടിയിട്ട് അകുതശ്ചിത് ഭയാഗതിഃ. അവിടെ കൊണ്ട് രുദ്രഗീതം തീർന്നു. അതുകൊണ്ട് അല്ലയോ ബ്രഹ്മൻ, ലോകം മുഴുവൻ നാശഭയ കൊണ്ട് എന്നെങ്കിലും ഇത് നശിക്കുമെന്നുള്ള ആ ഭയത്താൽ വിഴുങ്ങപ്പെട്ടവനാണ്. എന്ന് വെച്ചാൽ ഭയമുള്ളവരാണ് ഈ ബ്രഹ്മൻ. ലോകം മുഴുവനും അതെ, ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും. മുല്ലപ്പെരിയാർ എപ്പം വേണമെങ്കിലും പൊട്ടാം. നിസ്സാര ഒരു കാര്യമാണ് അല്ലേ? അതിപ്പം നമ്മൾ പറയും ഇപ്പോൾ പൊട്ടുകയില്ല, എന്തെങ്കിലും ഇത് നശിക്കും. അത് നശിക്കുമെന്ന് അതിന് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മളും ഇങ്ങനെ തന്നെ. നമ്മുടെ ശരീരം എന്തെങ്കിലും വീഴും. നമ്മുടെ ഈ ശരീരം കൊണ്ട് നടക്കുന്ന വളരെ ഭംഗിയായിട്ട് നമ്മൾ വളരെ അലങ്കരിച്ച് നല്ല ശുദ്ധമായിട്ട് കൊണ്ട് നടക്കുന്ന, വൃത്തിയാക്കി എപ്പോഴും വൃത്തിയാക്കി വെക്കുന്ന, രോഗങ്ങളിൽ നിന്നൊക്കെ വിമുക്തി നേടപ്പെട്ടവരാക്കി ഓരോ പ്രാവശ്യവും ഓരോ ഗുളിക കഴിക്കുമ്പോഴും ഓർത്തോളൂ, ഈ ശരീരത്തെ നിലനിർത്താൻ നമ്മളിത് കഴിച്ച് റെഡിയാക്കി വെക്കുക, കുറേ നാളോട് ഇരിക്കുമെന്നറിയാനേ. അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്ന ശരീരവും എന്തെങ്കിലും നശിക്കും. അപ്പം നശിക്കുമെന്ന് ആ നാശത്തിൻ്റെയോടുള്ള ഭയമാണ് എപ്പോഴും നമുക്കല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മൾ ആയുരാരോഗ്യ സൗഖ്യം തരണേന്ന് എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അല്ലേ. നമ്മൾ പറയുന്നത് അങ്ങനെയല്ലേ, ആയുരാരോഗ്യ സൗഖ്യം തരണേന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ നാശത്തിനോടുള്ള, ഈ ശരീരത്തിൻ്റെ ആണെങ്കിലും ഈ എന്ത് വസ്തുവിനാണേലും ആ വസ്തുവിനും ഇത് നശിക്കുമോ എന്നുള്ള ഭയമാണ്. ആ ഭയം ഗ്രസ്തമാണ്, ഭയത്താൽ വിഴുങ്ങപ്പെട്ടവയാണെന്ന് വെച്ചാൽ ഭയം കൊണ്ട് പേടിച്ച് നമ്മളിങ്ങനെ ഇരിക്കുന്ന എപ്പോഴും ഓരോ നിമിഷവും. അവിടുന്ന് ആണേലോ എന്നുമുണ്ട് നിത്യ ആനന്ദ സ്വരൂപനെന്ന് ഞങ്ങൾ അറിയുന്നു. അത് സത്ത് ചിത്ത് ആനന്ദ സ്വരൂപനാണ്, ഒരിക്കലും മാറാതെ നിൽക്കുന്നതാണ്. ഒരിക്കലും അത് എന്തൊക്കെ വന്നു പോയാലും അതിനൊരു മാറ്റവുമില്ല. ഉണ്ടോ? ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഭഗവാന്റെ ആ നിൽപ്പിന് വല്ല മാറ്റമുണ്ടോ? ഭഗവാൻ എന്നുള്ളത് സത്യമാണ്, നിത്യമാണ്, അത് അനന്തമാണ്, അത് ഒരിക്കലും മാറ്റമില്ലാതെ തന്നെ നിൽക്കുന്നു.
പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഒന്നിൽ നിന്നും ഭയം വരാതിരിക്കത്തക്ക വിധമുള്ള പരമഗതി അവിടുന്ന് തന്നെ. ഞങ്ങൾക്ക് ഒരു ഭയവും ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവിടുന്നാണ് ഞങ്ങൾക്ക് അഭയം. കാരണം ആ ഭയം ഉണ്ടാകാത്ത അവസ്ഥയ്ക്കാണ് അഭയം തരിക. അഭയം തരിക എന്ന് നമ്മൾ ഭഗവാനോട് പറയുന്നത് എന്താ? നമ്മൾക്ക് ഈ നാശത്തിൽ പേടി ഉണ്ടാകാതിരിക്കണമേ. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ദിവസം തോറും കഴിയും തോറും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഇത് നശിക്കുന്നതാണെന്ന്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഓർത്തൊന്നും ചെയ്യാതിരിക്കണമെന്നല്ല പറയുന്നത്. ഇതിങ്ങനെ തന്നെ ഒരിക്കലും നിലനിൽക്കുകയില്ല. മാറ്റങ്ങൾക്ക് വിധേയമാണ്. നമ്മളൊക്കെ മാറ്റങ്ങൾക്ക് വിധേയം. മാറ്റമില്ലാതെ ഒന്നുണ്ട് അല്ലേ? നമ്മുടെ ശരീരത്തിൽ അകത്തിരിക്കുന്ന അന്ധകരണം, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ ഉള്ളിൽ എന്നാ ഉണ്ടായത്? ഞാൻ ജനിച്ച് അപ്പോഴേ ഉണ്ടായിരുന്നു ആ ഞാൻ എന്നുള്ളത്. പറയാൻ അറിയാറായി തുടങ്ങിയപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി. 3 വയസ്സോ 4 വയസ്സുള്ളപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങി ഞാൻ എന്ന് അല്ലേ? അത് ഒരു സാധനമാണെങ്കിൽ എൻ്റേത് എന്ന് നമ്മൾ പറയാൻ തുടങ്ങി. ഞാനും എൻ്റേതും. മമ അഹം മമ. ഇതാണ് ആ അഹം എന്നുള്ളതും മമ എന്നുള്ളതും നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കുക. അത് നമ്മുടെ തീരുന്ന അതുകൊണ്ട് തന്നെയാണ് നമുക്കതിനോട് ഏറ്റവും സ്നേഹവും. ആ അഹം എന്ന് പറയുന്നത് എപ്പോഴും അത് സദാ ഇരിക്കണമെന്നാണ് വിചാരം നമ്മുടെ അല്ലേ? അഹം നമ്മുടെ 3 വയസ്സിലുള്ള ആ അഹം തന്നെയാണ് ഇപ്പോഴും. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അതപ്പോൾ എന്തുകൊണ്ടാണ് മാറ്റം വരാത്തത്? അതാ ഞാനെന്ന് നമ്മൾ പറയുന്ന ആ ഉള്ളിലുള്ള ആ ഒരു ബോധം, അതാണല്ലോ ഭഗവാൻ നമ്മളിപ്പോൾ പറയുന്നത്. അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മം എന്നും ഒരിക്കലും മാറുന്നില്ല. അതിനൊരു മാറ്റവും വരുന്നില്ല. നമ്മൾ മരിച്ചാലും അതിന് മാറ്റം വരുന്നില്ല. അതപ്പോഴും അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ജീവനല്ലാതെ അതിൻ്റെ ഒരു ഇത് അവിടെയുണ്ട്. അതവിടെ നമ്മുടെ ശരീരം പോകുന്നതോടുകൂടി അത് അതിൽ നിന്ന് വിട്ടു പോകുന്നതേ ഉള്ളൂ. പക്ഷെ ആ ബ്രഹ്മത്തിന് ആ ഞാൻ എന്ന് പറയുന്ന അഹത്തിന് ഒരു മാറ്റവും വരുന്നില്ല. അത് ഇങ്ങനെ എപ്പോഴും നിലനിൽക്കുന്നു. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങളിലുള്ള ആ ഞാനും എൻ്റെ ഉള്ളിലുള്ള ഈ ഞാനും രണ്ടും ഒന്ന് തന്നെയാണ്. ആ അഹം ഞാൻ പറയുമ്പോൾ എൻ്റെ ശരീരത്തിലിരിക്കുന്ന ആ ചൈതന്യത്തെ, നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലിരിക്കുന്ന ചൈതന്യത്തെ അഹം ഞാനെന്ന് പറയുന്നു. ഞാനാണ് ചെയ്തത് എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ആ ശരീരം അങ്ങ് വീണ് പോയാലത്തെ അവസ്ഥ എന്താ? നമ്മുടെ 2 കൂട്ടരുടെ ശരീരം എല്ലാ കേട്ടിരിക്കുന്നവരുടെയും എൻ്റെയും ശരീരം വീണ് പോയാൽ പിന്നെ ആ അഹം എന്ന് പറയുന്ന ആ ബ്രഹ്മം വെളിയിൽ വന്നു. അപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. അതിനൊരു മാറ്റവും വരുന്നില്ല. ശരീരത്തിനാണ് മാറ്റം. അതിൻ്റെ കൂടെ അതും കൂടെ ഇല്ലാതാകുന്നുണ്ടോ? ഇല്ല. അതൊരിക്കലും ഇല്ലാതാകുന്നില്ല. അതാണ് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവഹ. അത് വാളാലോ തീയാലോ ഒന്നും നശിപ്പിക്കപ്പെടുന്നില്ല. അത് വേറെ ഒരു ജീവനിൽ അപ്പോൾ തന്നെ എത്തിച്ചേരുന്നു എന്നാണ് നമ്മളുടെ വിശ്വാസമല്ലത് നമ്മൾ ശരിക്കും സയൻറ്റിഫിക്കായിട്ട് നോക്കിയാൽ അത് തന്നെയാണ് ശരി. ആ ജീവൻ എങ്ങോട്ടാണ് പോകുന്നത്? അതെവിടെയോട്ട് പോയി എന്ന് നമ്മൾ പറയുന്നുണ്ട്. പോയി അല്ലേ? അപ്പോൾ അവിടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അതെവിടെയോ രക്ഷപ്പെട്ടു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതിനകത്ത് തന്നെ നശിച്ചെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അത് തന്നെ. ഹരി ഓം. അഥ ത്വമസി നോ ബ്രഹ്മൻ പരമാത്മൻ വിപശ്ചിതാം വിശ്വം രുദ്രഭയധ്വസ്തം അകുതസ്ഥിത് ഭയാഗതി. ഹരി ഓം. രുദ്രഗീതം ഇവിടെ തീർന്നു. ഇനി 69 മുതൽ 79 വരെ 10 ശ്ലോകങ്ങൾ കൂടിയേ ഉള്ളൂ ഈ അധ്യായത്തിൽ. ഹരി ഓം.